ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് ചെറുതായി പൊട്ടി വരുമ്പോൾ 1/2 ടീസ്പൂൺ അളവിൽ നല്ല ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. കടുകും ജീരകവും ഇപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ആ ഒരു വെളുത്തുള്ളിയൊക്കെ ഒന്ന് കളറൊക്കെ മാറി നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന ആ ഒരു സമയം വരെയാണ് മൂപ്പിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വെളുത്തുള്ളി ഇപ്പോൾ നന്നായിട്ട് തന്നെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അത്യാവശ്യം വലുപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. സവാളയുടെയൊക്കെ കളറൊക്കെ ചെറുതായിട്ട് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെയാണ് ഇതൊന്ന് വഴറ്റിയെടുക്കേണ്ടത്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മസാലകളാണ് ചേർത്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത്. ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ 3/4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എരിവിന് പാകത്തിന് ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊട്ടും എരിവില്ലാത്ത നല്ല കളർ കിട്ടാനായിട്ടുള്ള മുളക് പൊടിയാണ്. അതിൻ്റെ കൂടെ തന്നെ 1.5 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിന് പാകത്തിന് മാത്രം മുളക് പൊടിയും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്താൽ മതി. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു നുള്ള് കായത്തിൻ്റെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതാ ആ ഒരു മസാലയുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഞാനിവിടെ നന്നായിട്ട് തന്നെ വഴറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ആദ്യം 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് പാകത്തിന് റെഡി ആയിട്ടുണ്ട്. മസാലയുടെ ഒക്കെ പച്ചമണം നല്ല പോലെ തന്നെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ആ ഒരു മസാല കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളം ഇപ്പോൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് മുട്ടയാണ്. ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ മസാലയിലേക്കാണ് ഈ ഒരു മുട്ട ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. മസാല ഇതുപോലെ ഒന്ന് അകറ്റി വെച്ചതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്തേക്കായിട്ട് മുട്ട ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷനിലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം സ്പ്രെഡ് ചെയ്താൽ മതി. ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ഇപ്പം തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്നില്ല. ഇതൊന്ന് പകുതി വേവാവണം. ആ ഒരു സമയം വരെയാണ് ഇത് കുക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ദാ അതിൻ്റെ അടിഭാഗമൊക്കെ ഒന്ന് ചെറുതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. മുകൾ ഭാഗം മുഴുവനായിട്ടും വെന്തിട്ടില്ല. ഈ ഒരു സമയത്ത് നമുക്കിത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് പൊടി പൊടിയായിട്ടല്ല നമ്മൾ മുട്ട ഉണ്ടാക്കിയെടുക്കുന്നത്. ഒരല്പം വലിയ വലിയ കഷ്ണങ്ങളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ആ ഒരു മസാലയായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് പാകത്തിന് ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് ഏറ്റവും അവസാനമായിട്ട് കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയൊരു പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മളുടെ മുട്ട ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ്. ഈ ഒരു മുട്ടത്തോരൻ മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം എരിവിലാണ് ഞാനിത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എരിവ് അവനവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറക്കോ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വളരെ പെട്ടെന്ന് തന്നെ കാണാം.